മലപ്പുറം ജില്ലയിലെ എടവണ്ണയ്ക്കടുത്ത് പത്തിരിപ്പിയത്തെ റെയ്ഹാനത്തിന്റെ വീട്ടുവളപ്പിലെത്തിയാൽ വിണ്ണിലെ മഴവില്ല് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് മനോഹാരിതയാണ് റെയ്ഹാനത്തിന്റെ മഴവിൽ ചോളത്തോട്ടം. പല നിറങ്ങളിലുള്ള ചോളങ്ങൾ 10 സെന്റ് സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്നു. ഒന്നും രണ്ടുമല്ല, 150 ചോളത്തൈകളാണ് മുറ്റത്തിങ്ങനെ കുലച്ചു നിൽക്കുന്നത്. 6 മാസം മുൻപ് വാങ്ങി വിത്ത് മുളപ്പിച്ച് ആദ്യ കൃഷി പരീക്ഷണത്തിനിറങ്ങിയ റെയ്ഹാനത്തിന്റെ വിജയഗാഥ അവിടെ തുടങ്ങുകയായിരുന്നു. കൃഷി പാഷനായി കൊണ്ടു നടക്കുന്ന റെയ്ഹാനത്തിന് എന്നും പുതുമകളിലാണ് താല്പര്യം. ഓരോ സമയത്തും വെറൈറ്റി ആയിട്ടുള്ള ഒരു വിളയെങ്കിലും റെയ്ഹാനത്ത് കൃഷി ചെയ്യും. അങ്ങനെയാണ് മഴവിൽ ചോളത്തിന്റെ വിത്ത് സംഘടിപ്പിച്ച് ആദ്യ പരീക്ഷണം നടത്തിയത്. വിത്ത് നട്ട ശേഷം വളർന്നു വരുമ്പോൾ നിറം മാറി വരുന്നതാണ് മഴവിൽ ചോളം വിത്തുകളുടെ പ്രത്യേകത. ചോളച്ചെടികളുടെ ജനിതകഘടനയിൽ നടക്കുന്ന ഒരു അക്രമമാണ് ഈ നിറം മാറ്റത്തിന് കാരണമെന്ന് ശാസ്ത്രം. ഒരു കുലയിൽ തന്നെ വിവിധ നിറങ്ങളിലുള്ള ധാന്യമണികളാണ് മഴവിൽ ചോളത്തിന്റെ പ്രത്യേകത. വളമിട്ട് നന്നായി പരിചരിച്ചാൽ മാത്രമേ മഴവിൽ ചോളം പ്രതീക്ഷിച്ച രീതിയിൽ വിളവ് നൽകുവെന്ന് റെയ്ഹാനത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. നല്ല വെയിലും നല്ല വളവുമാണ് വിളവിന്റെ ആധാരം. സമൂഹ മാധ്യമ കൂട്ടായ്മ വഴി 6 മാസം മുൻപാണ് ഇതിന്റെ വിത്ത് റെയ്ഹാനത്ത് സംഘടിപ്പിച്ചത്. പിന്നെ കൃഷി ആരംഭിച്ചു. 3 മാസം കൊണ്ട് തന്നെ വലിയ വിളവ്. അതോടെ വളരെ ഗൗരവമായി തന്നെ കൂടുതൽ തൈകൾ നട്ടു. ഇത്തവണ കൂടുതൽ വിളവും കിട്ടി. മലയാളത്തിൽ മഴവിൽ ചോളം എന്ന് പറയുന്ന ഗ്ലാസ് ജംകോൺ ഇന്ത്യയിലെത്തിയിട്ട് അധികമായിട്ടില്ല. കേരള വിഷൻ, നിലമ്പൂർ.